ശാന്തി 18/3/25. പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ സമയത്ത് നിങ്ങളുടെ ഈ ജീവിതം വളരെ വളരെ അമൂല്യമാണ്. കാരണം നിങ്ങൾ പരിധിയുള്ളതിൽ നിന്നും മാറി പരിധിയില്ലാത്തതിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ജഗത്തിൻ്റെ മംഗളം ചെയ്യുന്നവരാണ്. ചോദ്യം: ബാബയുടെ സമ്പത്തിൻ്റെ അധികാരം ഏത് പുരുഷാർത്ഥത്തിലൂടെയാണ് പ്രാപ്തമാകുന്നത്? ഉത്തരം: സദാ ഭായി ഭായി ദൃഷ്ടി, അതായത് സഹോദര ദൃഷ്ടി ഉണ്ടായിരിക്കട്ടെ. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ബോധം മാറിപ്പോകണം. അപ്പോഴാണ് ബാബയുടെ സമ്പത്തിൻ്റെ പൂർണ്ണ അധികാരം പ്രാപ്തമാകുന്നത്. എന്നാൽ സ്ത്രീ എന്നും പുരുഷൻ എന്നുമുള്ള ബോധം അഥവാ ഈ ദൃഷ്ടി മാറുന്നത് വളരെ പ്രയാസമാണ്. ഇതിനുവേണ്ടി ദേഹി അഭിമാനി ആകുന്നതിൻ്റെ അഭ്യാസം ആവശ്യമാണ്. എപ്പോഴാണോ ബാബയുടെ കുട്ടികളാകുന്നത്, അപ്പോൾ സമ്പത്ത് ലഭിക്കും. ഒരു ബാബയുടെ ഓർമ്മയിലൂടെ സദോപ്രധാനം ആകുന്നവർ തന്നെയാണ് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് നേടുന്നത്. ഗീതം: ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. ഓം ശാന്തി. കുട്ടികൾ ഇതറിയുന്നുണ്ട്. ഓം എന്നാൽ അഹം ആത്മാ മമ ശരീരം, ഞാൻ ആത്മാവ്, എൻ്റെ ശരീരം. ഇപ്പോൾ നിങ്ങൾ ഈ ഡ്രാമയെയും സൃഷ്ടിചക്രത്തെയും ഈ സൃഷ്ടിചക്രത്തെ അറിയുന്നവനായ ബാബയെയും അറിഞ്ഞു കഴിഞ്ഞു. കാരണം ചക്രത്തെ അറിയുന്നവനെ രചയിതാവ് എന്ന് തന്നെയാണ് പറയുക. രചയിതാവിനെയും രചനയെയും മറ്റാരും അറിയുന്നില്ല. പഠിത്തമുള്ളവരും വലിയ വലിയ വിദ്വാൻമാരും പണ്ഡിതരും മറ്റും ഉണ്ടെങ്കിലും അവർക്ക് തങ്ങളുടെ ഗർവ ഉണ്ടായിരിക്കുന്നുവല്ലോ. പക്ഷേ അവർക്ക് ഇതറിയില്ല. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ 3 കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയും അർത്ഥം മനസ്സിലാക്കുന്നില്ല. സന്യാസിമാർക്ക് വൈരാഗ്യം വീടിനോട് വരുന്നു. അവർക്കും ഉയർന്നവരും താഴ്ന്നവരും എന്നതിൻ്റെ ഈർഷ്യയുണ്ട്. ഇവർ ഉയർന്ന കുലത്തിലേതാണ്, ഇവർ മധ്യമ കുലത്തിലേതാണ്. ഈ കാര്യം അവർക്ക് വളരെയധികമുണ്ട്. കുംഭമേളയിലും ആരുടെ വാഹനമാണ് ആദ്യം പോകേണ്ടത് എന്നതിൽ അവരുടെ വളരെയധികം വഴക്കുകൾ നടക്കുന്നു. ഇതിനെ ചൊല്ലി വളരെ പേർ അടികൂടുന്നു. പിന്നെ പോലീസ് വന്ന് വിടുവിക്കുന്നു. അപ്പോൾ ഇതും ദേഹാഭിമാനം ആയല്ലോ. ലോകത്തിൽ ഏതെല്ലാം മനുഷ്യരുണ്ടോ എല്ലാവരും ദേഹാഭിമാനിയാണ്. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ദേഹി അഭിമാനി ആകേണ്ടതുണ്ട്. ബാബ പറയുന്നു, ദേഹാഭിമാനം ഉപേക്ഷിക്കൂ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവ് തന്നെയാണ് പതീതമായിരിക്കുന്നത്. അതിൽ മാലിന്യം ചേർന്നിരിക്കുന്നു. ആത്മാവ് തന്നെയാണ് സദോ പ്രധാനവും തമോ പ്രധാനവുമാകുന്നത്. ആത്മാവ് എങ്ങനെയാണോ അതേപോലെ ശരീരം ലഭിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ആത്മാവ് സുന്ദരമാണ്. അപ്പോൾ ശരീരവും വളരെ സുന്ദരമായത് ഉണ്ടാകുന്നു. കൃഷ്ണന്റെ ശരീരത്തിൽ വളരെയധികം ആകർഷണം ഉണ്ടായിരിക്കും. പവിത്ര ആത്മാവ് തന്നെയാണ് ആകർഷിക്കുന്നത്. ലക്ഷ്മി നാരായണന് ഇത്രയും മഹിമയില്ല ശ്രീകൃഷ്ണന് ഉള്ളതുപോലെ. കാരണം ശ്രീകൃഷ്ണൻ പവിത്രമായ ചെറിയ കുട്ടിയാണ്. ഇവിടെയും പറയുന്നു, ചെറിയ കുട്ടിയും മഹാത്മാവും ഒരുപോലെയാണ്. മഹാത്മാക്കൾ എന്നിരുന്നാലും ജീവിതം അനുഭവിച്ച ശേഷം വികാരങ്ങളെ ഉപേക്ഷിക്കുന്നു, വെറുപ്പ് വരുന്നു. കുട്ടികളാണെങ്കിൽ പവിത്രം തന്നെയാണ്. അവരെ ഉയർന്ന മഹാത്മാവായി മനസ്സിലാക്കുന്നു. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഈ നിവൃത്തി മാർഗത്തിലുള്ള സന്യാസിമാരും ഒരൽപ്പം താങ്ങി നിർത്തുന്നു. കെട്ടിടം പകുതി പഴകുമ്പോൾ പിന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നു. സന്യാസിമാരും അറ്റകുറ്റപ്പണി ചെയ്യുന്നു. പവിത്രമാകുന്നതിലൂടെ ഭാരതം താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നു.
ഭാരതം പോലെ പവിത്രവും ധനികവുമായ ഖണ്ഡം മറ്റൊന്നുണ്ടാവുക സാധ്യമല്ല. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് രചയിതാവിൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും സ്മൃതി വരുത്തുന്നു. കാരണം ഇത് പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച എന്നെഴുതിയിരിക്കുന്നു. കൃഷ്ണനെ എപ്പോഴെങ്കിലും ബാബ എന്ന് പറയുമോ? അഥവാ പതീത പാവനൻ എന്ന് പറയുമോ? മനുഷ്യർ പതീത പാവനൻ എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണനെ അല്ല ഓർമ്മിക്കുന്നത്, അവർ ഭഗവാനെയാണ് ഓർമ്മിക്കുന്നത്. പിന്നെ പറയുന്നു പതീത പാവന സീതാറാം, രഘുപതി രാഘവ രാജാറാം. എത്ര ആശയക്കുഴപ്പമാണ്. ബാബു പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങൾക്ക് വന്ന് യഥാർത്ഥ രീതിയിൽ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും മറ്റും സാരം പറഞ്ഞു തരുന്നു. ആദ്യം മുഖ്യ കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങൾ പാവനമാകും. നിങ്ങൾ ഭായിയാണ്. പിന്നെ ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളായ കുമാരിമാർ സഹോദരനായി. ഇത് ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കട്ടെ. യഥാർത്ഥത്തിൽ ആത്മാക്കൾ സഹോദരന്മാരാണ്. പിന്നെ ഇവിടെ ശരീരത്തിൽ വരുന്നതിലൂടെ സഹോദരിയും സഹോദരനുമാകുന്നു. മനസ്സിലാക്കുവാനുള്ള ഇത്ര പോലും ബുദ്ധിയില്ല. ആ ഒന്ന് നമ്മൾ ആത്മാക്കളുടെ ഫാദറാണ്. അപ്പോൾ നമ്മൾ ബ്രദേഴ്സ് ആയല്ലോ. പിന്നെ സർവവ്യാപി എന്നെങ്ങനെയാണ് പറയുന്നത്? സമ്പത്ത് കുട്ടികൾക്ക് തന്നെയാണല്ലോ ലഭിക്കുക, ഫാദറിനല്ല ലഭിക്കുന്നത്. പിതാവിൽ നിന്നും കുട്ടികൾക്ക് സമ്പത്ത് ലഭിക്കുന്നു. ബ്രഹ്മാവും ശിവ് ബാബയുടെ കുട്ടിയാണല്ലോ. ഇദ്ദേഹത്തിനും ആ ഒന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. നിങ്ങൾ പൗത്രരും പൗത്രിമാരുമാകുന്നു. നിങ്ങൾക്കും അവകാശമുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ രൂപത്തിൽ എല്ലാവരും സന്താനങ്ങളാണ്. പിന്നെ ശരീരത്തിൽ വരുമ്പോൾ സഹോദരന്മാർ എന്ന് പറയും. മറ്റൊരു ബന്ധവുമില്ല. സദാ സഹോദരന്മാരാണ് എന്ന ദൃഷ്ടി ഉണ്ടായിരിക്കണം. സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള ബോധം പോലും മാറിപ്പോകട്ടെ. മെയിലും ഫീമെയിലും രണ്ടുപേരും ഓ ഗോഡ് ഫാദർ എന്ന് പറയുന്നു എന്നിരിക്കെ സഹോദരൻ ആയല്ലോ. സഹോദരൻ ആകുന്നത് ബാബ സംഗമത്തിൽ വന്ന് രചന രചിക്കുമ്പോഴാണ്. എന്നാൽ സ്ത്രീയോ പുരുഷനോ ആണെന്ന ദൃഷ്ടി മാറുന്നത് വളരെ പ്രയാസമാണ്. ബാബ പറയുന്നു, നിങ്ങൾക്ക് ദേഹി അഭിമാനി ആകേണ്ടതുണ്ട്. ബാബയുടെ കുട്ടി ആകുമ്പോൾ തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോൾ സദോ പ്രധാനമാകും. സദോ പ്രധാനമാകാതെ നിങ്ങൾക്ക് തിരികെ മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും പോകാൻ സാധിക്കില്ല. ഈ യുക്തി സന്യാസിമാരോ മറ്റോ ഒരിക്കലും പറയില്ല. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ എന്ന് അവർ ഒരിക്കലും പറയുകയില്ല. ബാബയെ പരംപിത, പരം ആത്മാ, സുപ്രീം എന്ന് പറയുന്നു. എല്ലാവരെയും ആത്മാവ് എന്നാണ് പറയുന്നത്. എന്നാൽ ആ ഒന്നിനെ പരം ആത്മാ എന്ന് പറയുന്നു. ആ ബാബു പറയുന്നു, കുട്ടികളെ, ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളുടെ അടുക്കൽ. എനിക്ക് സംസാരിക്കുവാനായി വായു വേണമല്ലോ. ഇക്കാലത്ത് നോക്കൂ, അവിടെയും ഇവിടെയും ഗൗമുഖം തീർച്ചയായും വയ്ക്കുന്നു. പിന്നെ പറയുന്നു ഗൗമുഖത്തിൽ നിന്നും അമൃത് വരുന്നു എന്ന്. വാസ്തവത്തിൽ അമൃത് എന്ന് പറയുന്നത് ജ്ഞാനത്തെയാണ്. ജ്ഞാനാമൃതം വായിൽ നിന്നും തന്നെയാണ് വരുന്നത്. ഇതിൽ ജലത്തിൻ്റെ കാര്യമേ ഇല്ല. ഇത് ഗൗമാതാവുമാണ്. ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ബാബ ഇദ്ദേഹത്തിലൂടെ നിങ്ങളെ തൻ്റേതാക്കി മാറ്റി. ഇദ്ദേഹത്തിൽ കൂടി ജ്ഞാനം വരുന്നു. അവരാണെങ്കിൽ കല്ലിൻ്റേത് ഉണ്ടാക്കി അതിൽ വായു ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ നിന്നും ജലം വരുന്നു. അതാണെങ്കിൽ ഭക്തിയുടെ ആചാരമായല്ലോ. യഥാർത്ഥമായ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നു. ഭീഷ്മ പിതാമഹൻ തുടങ്ങിയവരെ കുമാരിമാരായ നിങ്ങൾ അമ്പെയ്തോ. നിങ്ങൾ കുമാരിമാരാണ്. അപ്പോൾ ആരുടെയെങ്കിലും കുമാരി ആയിരിക്കുമല്ലോ.
അദർ കുമാരിയും കുമാരിയും രണ്ടുപേരുടെയും ക്ഷേത്രമുണ്ട്. പ്രാക്ടിക്കലിൽ നിങ്ങളുടെ സ്മാരകം ക്ഷേത്രമാണല്ലോ. ഇപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർ ആണെന്നിരിക്കെ ക്രിമിനൽ അസോൾട്ട് ഉണ്ടാവുക സാധ്യമല്ല. ഇല്ലെങ്കിൽ പിന്നെ വളരെ കടുത്ത ശിക്ഷയുണ്ടാകും. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ നമ്മൾ സഹോദരി സഹോദരനാണ് എന്ന് മറന്നു പോകുന്നു. ഇതും BK ആണ്, ഞാനും BK ആണ്. അപ്പോൾ വികാരത്തിൻ്റെ ദൃഷ്ടി പോവുക സാധ്യമല്ല. എന്നാൽ ആസുരീയ സമ്പ്രദായത്തിലുള്ള മനുഷ്യർക്ക് വികാരം കൂടാതെ ഇരിക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ വിഘ്നമിടുന്നു. ഇപ്പോൾ ബ്രഹ്മകുമാർ കുമാരിമാരായ നിങ്ങൾക്ക് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കേണ്ടതുണ്ട്, പവിത്രമാകണം. ഇത് ഈ വികാരി മൃത്യുലോകത്തിലെ അന്തിമ ജന്മമാണ്. ഇതും ആരും അറിയുന്നില്ല. അമരലോകത്തിൽ വികാരമൊന്നും ഉണ്ടായിരിക്കില്ല. അവരെ പറയുന്നത് തന്നെ സദോ പ്രധാനം, സമ്പൂർണ്ണ നിർവികാരി എന്നാണ്. ഇവിടെയുള്ളത് തമോ പ്രധാനവും സമ്പൂർണ്ണ വികാരിയുമാണ്. അവർ സമ്പൂർണ്ണ നിർവികാരിയും നമ്മൾ വികാരിയും പാപിയുമാണ് എന്ന് പാടുകയും ചെയ്യുന്നു. സമ്പൂർണ്ണ നിർവികാരികളുടെ പൂജയും ചെയ്യുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ ഭാരതവാസികൾ തന്നെയാണ് പൂജ്യരിൽ നിന്നും പിന്നെ പൂജാരി ആകുന്നത്. ഈ സമയത്ത് ഭക്തിയുടെ പ്രഭാവം വളരെയധികമുണ്ട്. ഭക്തർ ഭഗവാനെ ഓർമ്മിക്കുന്നു. വന്ന് ഭക്തിയുടെ ഫലം നൽകൂ. ഭക്തിയിൽ എന്തവസ്ഥ ഉണ്ടായിരിക്കുകയാണ്? ബാബ മനസ്സിലാക്കിച്ചു തന്നു, മുഖ്യ ധർമ്മശാസ്ത്രങ്ങൾ 4 ഒന്നാണ് ഡീറ്റീസം. ഇതിൽ ബ്രാഹ്മണ, ദേവത, ക്ഷത്രിയർ 3 വരുന്നു. ബാബ ബ്രാഹ്മണ ധർമ്മം സ്ഥാപിക്കുന്നു. ബ്രാഹ്മണരുടെ കുടുമി സംഗമയുഗത്തിലേതാണ്. നിങ്ങൾ ബ്രാഹ്മണർ ഇപ്പോൾ പുരുഷോത്തമർ ആയിക്കൊണ്ടിരിക്കുന്നു. ബ്രാഹ്മണരായി പിന്നെ ദേവതയാകുന്നു. ആ ബ്രാഹ്മണരും വികാരിയാണ്. അവരും ഈ ബ്രാഹ്മണരുടെ മുന്നിൽ നമിക്കുന്നു. ബ്രാഹ്മണ ദേവി ദേവതായ നമ എന്ന് പറയുന്നു. കാരണം അവർ ബ്രഹ്മാവിൻ്റെ സന്താനമായിരുന്നു. നമ്മൾ ബ്രഹ്മാവിൻ്റെ സന്താനമല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മാവിൻ്റെ സന്താനമാണ്. നിങ്ങളെ എല്ലാവരും നമിക്കും. നിങ്ങൾ പിന്നെ ദേവി ദേവതയാകുന്നു. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർ ആയിരിക്കുകയാണ്. പിന്നെ ദൈവിക കുമാർ കുമാരിമാരാകും. ഈ സമയത്ത് നിങ്ങളുടെ ഈ ജീവിതം വളരെ വളരെ അമൂല്യമാണ്. കാരണം നിങ്ങൾ ജഗത്തിൻ്റെ മാതാക്കളായി പാടപ്പെടുന്നു. നിങ്ങൾ പരിധി ഉള്ളതിൽ നിന്നും മാറി പരിധിയില്ലാത്തതിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ജഗത്തിൻ്റെ മംഗളം ചെയ്യുന്നവരാണ്. അപ്പോൾ ഓരോരുത്തരും ജഗദംബയും ജഗത് പിതാവുമായി. ഈ നരകത്തിൽ മനുഷ്യർ വളരെ ദുഃഖിതരാണ്. ഞാൻ അവരുടെ ആത്മീയ സേവനം ചെയ്യാൻ വന്നിരിക്കുന്നു. നമ്മൾ അവരെ സ്വർഗവാസിയാക്കിയിട്ടേ വിടുകയുള്ളൂ. നിങ്ങൾ സേനയാണ്. ഇതിനെ യുദ്ധസ്ഥലം എന്നും പറയുന്നു. യാദവരും കൗരവരും പാണ്ഡവരും ഒരുമിച്ച് വസിക്കുന്നു. സഹോദരന്മാരാണല്ലോ. ഇപ്പോൾ നിങ്ങളുടെ യുദ്ധം സഹോദരി സഹോദരന്മാരോടല്ല, നിങ്ങളുടെ യുദ്ധം രാവണനോടാണ്. സഹോദരി സഹോദരന്മാർക്ക് നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നതിനു വേണ്ടി. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധവും ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇത് പഴയ ലോകമാണ്. എത്ര വലിയ വലിയ ഡാമുകളും കനാൽസും മറ്റും ഉണ്ടാക്കുന്നു. കാരണം ജലം ഇല്ല. പ്രജകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അവിടെ നിങ്ങൾ വളരെ കുറച്ചുപേരാണ് വസിക്കുന്നത്. നദികളിൽ ജലവും ധാരാളമുണ്ട്. ധാന്യങ്ങളും വളരെയധികം ഉണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ ഈ ഭൂമിയിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അവിടെ മുഴുവൻ ഭൂമിയിലും തുടക്കത്തിൽ
9 10 ലക്ഷം ഉണ്ടായിരിക്കും. മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരിക്കുന്നതേയില്ല. നിങ്ങൾ കുറച്ചുപേർ തന്നെയാണ് അവിടെ വസിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയും പോകേണ്ട ആവശ്യം പോലുമില്ല. അവിടെ വസന്തകാലം തന്നെയാണ്. 5 തത്വവും ഒരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. ഓർഡറിൽ ഇരിക്കുന്നു. ദുഃഖത്തിൻ്റെ പേരേയില്ല. അത് സ്വർഗം തന്നെയാണ്. ഇപ്പോൾ നരകമാണ്. ഇത് ആരംഭിക്കുന്നത് മധ്യത്തിൽ നിന്നാണ്. ദേവതമാർ വാമമാർഗത്തിൽ വീഴുന്നു. അപ്പോൾ പിന്നെ രാവണന്റെ രാജ്യം ആരംഭിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കി, നമ്മൾ ഡബിൾ കിരീടധാരികളായ പൂജ്യരാകുന്നു. പിന്നെ സിംഗിൾ കിരീടമുള്ളവരാകുന്നു. സത്യയുഗത്തിൽ പവിത്രതയുടെയും അടയാളം ഉണ്ട്. ദേവതമാർ എല്ലാവരും പവിത്രമാണ്. ഇവിടെ പവിത്രമായ ആരുമില്ല. ജന്മം ഏതായാലും വികാരത്തിലൂടെയാണല്ലോ എടുക്കുന്നത്. അതിനാൽ ഇതിനെ ഭ്രഷ്ടാചാരി ലോകം എന്ന് പറയുന്നു. സത്യയുഗം ശ്രേഷ്ഠാചാരിയാണ്. വികാരത്തെ തന്നെയാണ് ഭ്രഷ്ടാചാരം എന്ന് പറയുന്നത്. കുട്ടികൾക്കറിയാം, സത്യയുഗത്തിൽ പവിത്ര പ്രവൃത്തി മാർഗമുണ്ടായിരുന്നു. ഇപ്പോൾ അപവിത്രം ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പവിത്ര ശ്രേഷ്ഠാചാരി ലോകം ആകുന്നു. സൃഷ്ടിയുടെ ചക്രം തിരിയുന്നുവല്ലോ. പരംപിത പരമാത്മാവിനെ തന്നെയാണ് പതിത പാവനൻ എന്ന് പറയുന്നത്. മനുഷ്യർ പറയുന്നു ഭഗവാൻ പ്രേരണ നൽകുന്നു. ഇപ്പോൾ പ്രേരണ എന്നാൽ വിചാരം. ഇതിൽ പ്രേരണയുടെ കാര്യമേയില്ല. ആ ഒന്ന് സ്വയം പറയുന്നു, എനിക്ക് ശരീരത്തിൻ്റെ ആധാരം എടുക്കേണ്ടി വരുന്നു. വായി കൂടാതെ ഞാൻ ശിക്ഷണം എങ്ങനെ നൽകും? പ്രേരണയിലൂടെ ആരെങ്കിലും ശിക്ഷണം നൽകാറുണ്ടോ? ഭഗവാൻ പ്രേരണയിലൂടെ യാതൊന്നും ചെയ്യുന്നില്ല. ബാബ കുട്ടികളെ പഠിപ്പിക്കുന്നു. പ്രേരണയിലൂടെ പഠനം നടക്കുക സാധ്യമല്ല. ബാബയ്ക്കല്ലാതെ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം ആർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. ബാബയെ തന്നെ അറിയുന്നില്ല. ചിലർ പറയുന്നു ലിംഗമാണ്, ചിലർ പറയുന്നു അഖണ്ഡ ജ്യോതിയാണ്, ചിലർ പറയുന്നു ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ. തത്വജ്ഞാനിയും ബ്രഹ്മജ്ഞാനിയും ഉണ്ടല്ലോ. ശാസ്ത്രങ്ങളിൽ 84 ലക്ഷം സ്പീഷീസിനെ കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ അഥവാ 84 ലക്ഷം ജന്മം ഉണ്ടായിരുന്നുവെങ്കിൽ കൽപ്പം വളരെ വലുതായിരിക്കണം. ആർക്കും കണക്കെടുക്കുവാൻ തന്നെ സാധിക്കില്ല. അവരാണെങ്കിൽ സത്യയുഗത്തെ മാത്രം ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നു. ബാബ പറയുന്നു മുഴുവൻ സൃഷ്ടിചക്രം തന്നെ 5000 വർഷത്തിൻ്റെതാണ്. 84 ലക്ഷം ജന്മങ്ങൾക്ക് വേണ്ടി ടൈം ഇത്രയും വേണമല്ലോ. ഈ ശാസ്ത്രങ്ങളെല്ലാം ഭക്തിമാർഗത്തിൻ്റെതാണ്. ബാബ പറയുന്നു ഞാൻ വന്ന് നിങ്ങളെ ഈ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കിക്കുന്നു. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ സാമഗ്രികളാണ്. ഇതിലൂടെ ആരും എന്നെ പ്രാപ്തമാക്കുന്നില്ല. ഞാൻ എപ്പോൾ വരുന്നുവോ അപ്പോൾ തന്നെയാണ് എല്ലാവരെയും കൊണ്ടുപോകുന്നത്. എന്നെ വിളിക്കുന്നത് തന്നെ ഹേ പതീത പാവന വരൂ, പാവനമാക്കി നമ്മളെ പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ എന്നാണ്. പിന്നെ അന്വേഷിക്കുന്നതിനു വേണ്ടി തിക്കും തിരക്കും എന്തിനു കൊള്ളുന്നു? എത്ര ദൂരെ ദൂരെ പർവ്വതങ്ങളിലും മറ്റും പോകുന്നു. ഇക്കാലത്താണെങ്കിൽ എത്ര ക്ഷേത്രങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു, ആരും പോകുന്നില്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ ഉയർന്നതിലും ഉയർന്ന ബാബയുടെ ബയോഗ്രഫിയും അറിഞ്ഞു കഴിഞ്ഞു. പിതാവ് കുട്ടികൾക്ക് എല്ലാം നൽകിയ ശേഷം പിന്നെ 60 വയസ്സിനു ശേഷം വാനപ്രസ്ഥത്തിൽ ഇരിക്കുന്നു. ഈ സമ്പ്രദായവും ഇപ്പോഴത്തേതാണ്. എല്ലാ ഉത്സവങ്ങളും ഈ സമയത്തേതാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ സംഗമത്തിൽ നിൽക്കുന്നു. രാത്രിക്കു ശേഷം വീണ്ടും പകൽ ഉണ്ടാകും. ഇപ്പോഴാണെങ്കിൽ ഘോര അന്ധകാരമാണ്. ജ്ഞാന സൂര്യൻ പ്രകടമായി എന്ന് പാടുകയും ചെയ്യുന്നു. നിങ്ങൾ ബാബയെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും ഇപ്പോൾ അറിയുന്നു. ഇതുപോലെ ബാബ നോളജ്ഫുൾ ആണോ? നിങ്ങളും മാസ്റ്റർ നോളജ്ഫുൾ ആയിരിക്കുന്നു. കുട്ടികളായി നിങ്ങൾക്ക് ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു.
ലൗകിക പിതാവിൽ നിന്നാണെങ്കിൽ പരിധിയുള്ള സമ്പത്ത് ലഭിക്കുന്നു. അതിലൂടെ അല്പകാലത്തെ സുഖം ലഭിക്കുന്നു. അതിനെ സന്യാസിമാർ കാഷ്ടത്തിന് സമാനമായ സുഖം എന്ന് പറയുന്നു. അവർക്ക് പിന്നെ ഇവിടെ വന്ന് സുഖത്തിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കില്ല. അവർ ഹഠയോഗിയാണ്, നിങ്ങൾ രാജയോഗിയാണ്. നിങ്ങളുടെ യോഗം ബാബയുമായാണ്, അവരുടേത് തത്വത്തിനോടാണ്. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പാവനമാകുന്നതിനായി നമ്മൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. പിന്നെ ബ്രഹ്മബാബയുടെ സന്താനങ്ങൾ സഹോദരന്മാരാണ്. ഈ ദൃഷ്ടി ഉറപ്പിക്കണം. ആത്മാവും ശരീരവും രണ്ടിനെയും പാവനവും സദോ പ്രധാനവും ആക്കണം. ദേഹാഭിമാനം ഉപേക്ഷിക്കണം. മാസ്റ്റർ നോളജ്ഫുള്ളായി എല്ലാവരെയും രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം കേൾപ്പിച്ച് അന്ധകാരത്തിൽ നിന്നും മാറ്റണം. നരകവാസിയായ മനുഷ്യരുടെ ആത്മീയ സേവനം ചെയ്ത് സ്വർഗവാസി ആക്കണം. വരദാനം: മാസ്റ്റർ ജ്ഞാനസാഗരമായി ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നവരും അനുഭവമാകുന്ന രത്നങ്ങളാൽ സമ്പന്നവുമായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നത്, അവർ അനുഭവങ്ങളാകുന്ന രത്നങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നു. ഒന്നാണ് ജ്ഞാനം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് അനുഭവി മൂർത്തിയാകുന്നത്. അനുഭവി സദാ അവിനാശിയും നിർവിഘ്നവുമായിരിക്കുന്നു. അവരെ ആർക്കും കുലുക്കുവാൻ സാധിക്കില്ല. അനുഭവിയുടെ മുന്നിൽ മായയുടെ ഒരു പരിശ്രമവും സഫലമാകുന്നില്ല. അനുഭവി ഒരിക്കലും ചതിക്കപ്പെടുകയില്ല. അതിനാൽ അനുഭവങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ ഗുണത്തിൻ്റെയും അനുഭവി മൂർത്തിയാകൂ. മനനശക്തിയിലൂടെ ശുദ്ധ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് ശേഖരിക്കൂ. സ്ലോഗൻ: ആരാണോ ദേഹത്തിൻ്റെ സൂക്ഷ്മ അഭിമാനത്തിൻ്റെ സംബന്ധത്തിൽ നിന്ന് പോലും വേറിട്ടിരിക്കുന്നത്, അവരാണ് ഫരിഷ്ത. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. സമ്പൂർണ്ണ സത്യതയും പവിത്രതയുടെ ആധാരത്തിലാണ് ഉണ്ടാകുന്നത്. പവിത്രതയില്ലെങ്കിൽ സദാ സത്യത നിലനിൽക്കുക സാധ്യമല്ല. കാമവികാരം മാത്രമല്ല അപവിത്രത, എന്നാൽ അതിൻ്റെ മറ്റു കൂട്ടുകാരുമുണ്ട്. അപ്പോൾ മഹാൻ പവിത്രത എന്നാൽ അപവിത്രതയുടെ പേരോ അടയാളമോ ഉണ്ടായിരിക്കരുത്. അപ്പോൾ പരമാത്മാവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് നിമിത്തമാകുവാൻ സാധിക്കും. ഓം ശാന്തി. മെഡിറ്റേഷൻ. പുരികമധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആത്മസ്വരൂപത്തിൽ ഏകാഗ്രമായിരുന്ന് അനാദി കാലത്തിലെ എൻ്റെ അനാദി സ്വരൂപത്തെ ഞാൻ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. എൻ്റെ അനാദി കാലത്തെ സ്വരൂപം പവിത്രമാണ്. ഈ പവിത്ര സ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പവിത്രതയുടെ ആത്മീയ തിളക്കം എന്നിൽ നിന്നും നാനാഭാഗത്തും വ്യാപിക്കുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു.
അനാദി കാലത്തിൽ പരംധാമിൽ ബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന എൻ്റെ അനാദി സ്വരൂപത്തെ സ്മൃതിയിൽ കൊണ്ടുവരുമ്പോൾ സെക്കൻഡിൽ ഞാൻ ബാബയുടെ സമീപത്ത് എത്തിച്ചേരുന്നു. എൻ്റെ ഈ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പരമാത്മാ സ്മൃതിയിൽ ലീനമാകുമ്പോൾ ബാബയുടെ അനന്ത മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി ഞാൻ മാറുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആകുന്നു. മാസ്റ്റർ നോളജ്ഫുൾ ആകുന്നു. ബ്ലിസ്ഫുൾ ആകുന്നു. പീസ്ഫുൾ ആകുന്നു. ഈ പരമാത്മാ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപത്തിൻ്റെ സാരരൂപമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ അനാദി സ്വീറ്റ് സൈലൻസ് സ്വരൂപം ഞാൻ അനുഭവിക്കുന്നു. ഈ സ്വീറ്റ് സൈലൻസ് സ്വരൂപ അവസ്ഥയിൽ അനാദി സ്വരൂപത്തിൻ്റെ സമ്പന്ന അവസ്ഥയിൽ പരമാത്മാ സ്മൃതിയുടെ സ്വരൂപമായി ഞാൻ മസ്തക മധ്യത്തിൽ വിരാജിക്കുന്നു.